പാനിക് അറ്റാക്ക് വരുന്ന പല കാരണങ്ങളുണ്ട്. ഇപ്പം ഇന്ന കാരണം കൊണ്ട് പാനിക് അറ്റാക്ക് വന്നു എന്നുള്ളത് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ടാണ് ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് വരാൻ സാധ്യത. പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ പേഴ്സണാലിറ്റി. ബേസിക്കലി ഒരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പം അയാൾക്ക് സാധ്യത കൂടുതലായിരിക്കും. ഫാമിലിയിൽ, അവരുടെ കുടുംബത്തിൽ അച്ഛൻ്റെ വഴിക്കോ അമ്മയുടെ വഴിക്കോ ഒക്കെ ഈ രീതിയിൽ ആങ്ഷ്യസ് ആയിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡറോ ഡിപ്രഷനോ ഒക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു വരാനുള്ളൊരു സാധ്യത ഇച്ചിരി അധികമായിട്ട് വരാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ബിസിനസ് തകർന്നു പോവോ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാരെങ്കിലും മരിച്ചു, അങ്ങനെ എന്തെങ്കിലും, അത് അങ്ങനെ തന്നെ നിർബന്ധമാണോന്നില്ല. നമ്മളുടെ മനസ്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് വരുമ്പോൾ, അതിപ്പോൾ നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു അങ്കിളിനോ ആൻറ്റിക്കോ ഒരു മേജർ ഇൽനെസ് വന്നു, ഒരു ഹാർട്ടിനൊരു പ്രോബ്ലം വന്നു, ഇങ്ങനെയുള്ള പല ചേഞ്ചസും ചിലപ്പോൾ നമ്മളെയും അഫക്റ്റ് ചെയ്യാം. പിന്നെ മദ്യവും മറ്റ് ലഹരികളും എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമാണ്. വേറെ സൈക്കാട്രിക്കൽ ഡിപ്രഷനുള്ള ആൾക്ക് പാനിക് അറ്റാക്ക് ചിലപ്പം ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും അതിൻ്റെ കൂട്ടയായിട്ട് വരാം. അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് ആണ്. അത് ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് പാനിക് അറ്റാക്ക് വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു ഹിസ്റ്ററി എടുത്ത് ഇവാലുവേറ്റ് ചെയ്താലാണ് നമുക്ക് ആ വ്യക്തിയിൽ എന്തുകൊണ്ട് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ.